ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് രോഹിത്. നീ എന്തിനാടി ഏത് നേരവും ഈ വാതിലടച്ച് വെച്ചിരിക്കുന്നേ? സാർ എന്നോട് അടയ്ക്കണമെന്ന് പറഞ്ഞു, മാഡവും പറഞ്ഞിട്ടാ പോയത്, അതുകൊണ്ടാണ് അടച്ചത്. എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കടി. നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്നത്? ഞാൻ വാതിൽ തുറക്കാനല്ലേ വന്നത്. അത് കേട്ടതും ദേ കൂടെ കൂടെ എന്നോട് സംസാരിക്കുന്ന ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, അങ്ങ് മാറി നിൽക്കടി അങ്ങോട്ട്. അത് കേട്ടതും അല്ല ഇന്നെന്താ കോളേജിൽ പോയാൽ അത് നീ അറിയണ്ട, മര്യാദയ്ക്ക് മാറാനാ പറഞ്ഞത്. അത് കേട്ടതും അലീന അങ്ങ് പോവുക. ഈ സമയം വാ, ഇവിടെ അവളൊന്നും അല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളെ വെറും സീറോ. എന്തായാലും എനിക്കിവിടെ അധികാരമുള്ളതുപോലെ അവൾക്ക് അധികാരം എടുക്കാൻ പറ്റുമോ? അവൾ ഈ വീട്ടിലെ വെറും ജോലിക്കാരി. എന്നാലേ നീ ഈ വീട്ടിലെ കൊച്ചമ്മയാകാൻ പോകുന്ന ആളാ, അതുകൊണ്ട് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ആ പെണ്ണിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങനെ വരിക. ഈ സമയം നീ എന്ത് സുന്ദരിയാ എന്ന നിൻ്റെ മുൻപിൽ അവൾ വെറും വട്ടപൂജ്യമല്ലേ എന്നും പറയുവാണ്. ഭാഗത്തേക്ക് വാ, ദേ ഇതാ എൻ്റെ വീട്, ഇത് ഹോള്, ഇത് കിച്ചൺ, ദേ ഇത് മുത്തശ്ശിയുടെ റൂം, ഇവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇത് ഡൈനിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് സ്ഥലവും പരിചയപ്പെടുത്തുക. അല്ലടാ, ആ വേലക്കാരിക്ക് എന്തെങ്കിലും തോന്നോ? എന്ത് തോന്നാൻ? അവൾ ആര്? എൻ്റെ വീട്ടിലെ വേലക്കാരി അവള്, അല്ലാതെ വീട്ടുകാരിയല്ല. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുറിയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് മുറിയിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ മുറി, അതായത് ഗ്രേസമ്മയുടെ മകൻ്റെ മുറി പോയി തുറന്നതിന് ശേഷം അതിലേക്ക് പതുക്കെ അകത്തേക്ക് കയറി അവിടെയുള്ള മണികളും പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ പതുക്കെ പൊടി തൂത്തെടുക്കുക. അന്നേരം അവിടെ ഗ്രേസമ്മയുടെ മകൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടു. അതിൽ മുഴുവനും മാറാമ്പലും പൊടിയും ഒക്കെ പിടിച്ചിങ്ങനെ കിടക്കുക. മാറാല പിടിച്ച് കിടക്കുന്ന ആ ഫോട്ടോ പതുക്കെ രേവതിക്കുട്ടി ഇങ്ങ് എടുത്തു. അതിനുശേഷം ഒരു വിരൽ കൊണ്ട് അതിലെന്തോ എഴുതി. എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ തുടച്ചു. നല്ല ഭംഗിയുള്ള മകൻ. ആ മകൻ്റെ മുഖം കണ്ട അറിയാം നല്ല സ്വഭാവമാണെന്ന്. മാമച്ചായനും ഗ്രേസമ്മയ്ക്കും കിട്ടിയ തങ്കമാണെന്ന്. പക്ഷേ എന്തു ചെയ്യാനാ, അധികം നാളും അവരോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കർത്താവ് ആ സാറിന് കൊടുത്തില്ല. സങ്കടത്തോടെ നമ്മുടെ രേവതിക്കുട്ടി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നിട്ട് ആ മുറികളെല്ലാം പരിശോധിച്ചു. അത് മാത്രമല്ല, അവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങളും എടുത്ത് തുടയ്ക്കുക. എന്നിട്ട് അതും വൃത്തിയാക്കി. ആ ചേട്ടനെ കല്യാണം കഴിക്കാൻ ഇരുന്ന ആ പെണ്ണിനെ കണ്ട് രേവതിക്കുട്ടിക്ക് നല്ല ഇഷ്ടം തോന്നി. പാവം ഒരുപാട് ആഗ്രഹത്തോടെയും സ്വപ്നത്തോടെയും ആയിരിക്കും ജീവിച്ചത്. പക്ഷെ അവസാനം കർത്താവ് എല്ലാം അങ്ങ് എടുത്തല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രേവതിക്കുട്ടി അവിടെയൊക്കെ നോക്കുക. ഈ സമയം രോഹിത് മുറിയിൽ വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പതുക്കെ ആ കുട്ടിയെ ഒന്ന് തൊടുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇതാക്കണം. ഈ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ആ കുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് നല്ല പേടിയായി. എൻ്റെ കർത്താവേ, ആ പെങ്കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇവൻ എന്തിനാ ഉള്ളിൽ കയറിയിരിക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുക. എന്ത് ചെയ്യണമെന്നറിയാതെ അലീന അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വന്നിട്ട് പോയി തട്ടണോ, റൂമിൽ മുട്ടി വിളിക്കണോ, എന്തിനാ പെൺകുട്ടി വന്നിരിക്കുന്നതെന്ന് അറിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഭയങ്കര ടെൻഷനോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ സമയമാണെങ്കിൽ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി വീണ്ടും ഓരോരോ ഫോട്ടോയൊക്കെ എടുത്ത് മാറാലയൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല ആ മുറി മൊത്തത്തിൽ അങ്ങൊരു വെളിച്ചം വരുന്ന മുറി പോലെയാക്കി. അവിടുത്തെ ഗ്രേസമ്മയുടെ മകൻ്റെ മൊബൈൽ കയ്യിൽ കിട്ടി. ആ മൊബൈൽ എടുത്ത് ചാർജ് കുത്തിയിട്ടു. അതിനുശേഷം ആ മൊബൈലിലൊക്കെ ചാർജ് കുത്തിയിട്ട് ആ മകൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ മെഴുകുതിരികളും ചന്ദൻ തിരിയും കത്തിച്ചു. ആ ഫോട്ടോയിൽ വെളിച്ചം വന്നു. സത്യം പറഞ്ഞ ആ മകൻ അവിടേക്ക് വന്നതുപോലെ തന്നെ രേവതിക്കുട്ടിക്ക് തോന്നി. സന്തോഷത്തോടെ രേവതിക്കുട്ടി ആ ഫോട്ടോയിൽ നോക്കി ചോദിച്ചു, എന്തിനാ പപ്പയും മമ്മിയും കരയിക്കാനായിട്ട് ഇത്ര നേരത്തെ പോയത്? അവരെയൊക്കെ ഇട്ടേച്ച് പോയില്ലേ? അവരൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നൊന്നും അറിയണ്ടേ? അവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. ഇത് ശരിയായില്ല കേട്ടോ. ഇത്ര നേരത്തെ എന്തിനാ പോയത്? കർത്താവ് വിളിച്ചപ്പോൾ പറയായിരുന്നില്ലേ കുറച്ചും കൂടെ എനിക്ക് സമയം വേണം, എൻ്റെ പപ്പയുടെ മമ്മിയുടെ സന്തോഷം കാണണമെന്ന്? അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു ചാൻസ് തരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ മകനോട് സംസാരിക്കുക. ഫോട്ടോ നോക്കി രേവതിക്കുട്ടി. ഈ സമയമാണെങ്കിൽ ആ ഫോട്ടോയിലിരിക്കുന്ന ആ മുഖം പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ ചിരിച്ചു. എന്തൊരു പ്രകാശമുള്ള മുഖമാണ്, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ടും പപ്പയ്ക്കും മമ്മിക്കും ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വന്നല്ലോ. എന്തിനാ കർത്താവേ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. എന്നാൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതൊന്ന് വേറെ തന്നെയാണ്, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും
എന്നെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അവർക്ക് അതുപോലെ വേദന ഉണ്ടാവാതിരിക്കില്ലേ, ഉണ്ടായിരുന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുക. അതൊക്കെ നമ്മുടെ ഒരു സമയത്ത് സ്വന്തം മകനെ നഷ്ടപ്പെട്ട് നെഞ്ചു നീറി കരയുന്ന അമ്മയ്ക്കും അച്ഛനും ഇടയിലാണ് രേവതിക്കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് എന്തിനു വേണ്ടിയാണ് തന്നെ ഉപേക്ഷിച്ചതെന്നറിയാതെ തൻ്റെ അച്ഛനെ അമ്മയെക്കുറിച്ച് ഓർത്തും രേവതിക്കുട്ടി സങ്കടപ്പെടുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതിക്കുട്ടി എല്ലാമൊക്കെ വൃത്തിയാക്കി അവിടെ ഇവിടെയൊക്കെ തൂത്ത് തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം രോഹിത്തിനെയാണ് കാണിക്കുന്നത്. പതുക്കെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്, ഒരു പടപ്പുറപ്പാടിലാണ് നമ്മുടെ രോഹിത്ത്. എന്തായാലും അതിനോടൊപ്പം തന്നെ നിന്ന് ആ പെണ്ണും ഓരോന്നൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട്. ചിരിക്കുക, നാണിക്കുക, ഓടുക, ഇങ്ങനെ പല കാര്യങ്ങളും മുറിയുടെ ഉള്ളിൽ. ഈ സമയം പെട്ടെന്ന് കതകിലാരോ തട്ടുകയാണ്. അത് കണ്ടതും ആ കുട്ടി പേടിച്ചുപോയി. അതെ എടാ ഞാൻ മാറി നിൽക്കട്ടെ, ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒളിച്ചു നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത്ത് വാതിൽ തുറന്നു. എന്താ, എന്ത് വേണം? ചായയോ കാപ്പിയോ വല്ലതും വേണോന്നറിയാൻ വേണ്ടി വന്നതാ. എനിക്കൊരു കോപ്പും വേണ്ട, നിന്നോടിപ്പോൾ ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നും രോഹിത്ത് ദേഷ്യപ്പെടുക. അത് കേട്ടതും രോഹിത്, ഇത് ശരിയാണോ രോഹിത്? ഇവിടെ രോഹിത്തിൻ്റെ അച്ഛനും അമ്മയും ഇല്ല. ആ സമയത്ത് കോളേജും കട്ട് ചെയ്ത് ഒരു പെൺകുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വരാമോ? ഇത് തെറ്റല്ലേ? തെറ്റും ശരിയും നീ എന്നെ പഠിപ്പിക്കണ്ട. നീ എൻ്റെ അച്ഛനും അമ്മയും അല്ല. നീ ഇവിടുത്തെ വേലക്കാരി മാത്രമാണ്, സർവൻറ്റ്. അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് പറയല്ലേ, മര്യാദയ്ക്ക് പോടി. അത് കേട്ടതും എൻ്റെ കൊച്ചേ, നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? നിന്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചിട്ട് നീ ഈ തെറ്റ് ചെയ്യുന്നത് ശരിയാണോ? പോടി പട്ടി എന്നും നമ്മുടെ രോഹിത്ത് അലീനയുടെ മുഖത്ത് നോക്കി പറയുക. അത് കേട്ടതും അലീനയുടെ ചങ്ക് തകർന്നു പോയി. എൻ്റെ മുൻപിൽ നിന്ന് കുരയ്ക്കാതെ പോകാനാ പറഞ്ഞത്. ഇവിടെ എന്നോട് സംസാരിക്കാനും എന്നെ ഉപദേശിക്കാനും എന്നെ മര്യാദ പഠിപ്പിക്കാനും നീ ആളാവണ്ട, മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി. എനിക്ക് നിന്റെ ചായയും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ മുന്നിലേക്ക് പോലും നീ വന്നു പോകരുത്, പോകാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് ഒരൊറ്റ ഡോറടിക്കൽ. അത് കണ്ടതും അലീനയ്ക്ക് പേടിയായി. ഈശ്വര, ഇവനെ എന്തു പറഞ്ഞ് തിരുത്തും? ഈ വീട്ടിൽ മേഡോ സാറും ഇല്ലാത്തപ്പോൾ ഇങ്ങനൊരു തെറ്റ് രോഹിത് ചെയ്യുന്നത് ശരിയല്ല. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് അലീന താഴേക്ക് പോയി. അപ്പോൾ ആ കുട്ടി, എടാ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ അവളാരാ? എന്നെ ഉപദേശിക്കാനും മാത്രം അവൾ വളർന്നോ? ഇവിടുത്തെ ശമ്പളം പറ്റി ഞങ്ങളുടെയൊക്കെ ഔദാര്യത്തിൽ കഴിയുന്നവൾ എന്തിനു വേണ്ടിയാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? ഈ വീട്ടുകാരിയായിട്ടല്ല, ഇവിടുത്തെ വേലക്കാരിയായിട്ടാണ് അവൾ നിൽക്കുന്നത്. ആ ഒരു ചിന്ത അവൾക്കില്ല. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ ഉപദേശം ആർക്ക് വേണം? അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല, പിന്നെ മുത്തശ്ശിയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ടാ നീ അതൊന്നും കാര്യമാക്കണ്ട. നീ ഈ വീട്ടിലെ അല്ല, അവൾ ആരുമല്ല, നീയാണ് ഈ വീട്ടിലെ റാണി, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പെങ്കൊച്ചിനെ സോപ്പിടുക. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ ടെൻഷനൊന്നും അടിച്ചതല്ല, എനിക്ക് ദേഷ്യം വന്നിട്ടാ. നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ അവൾ ഇടപെടാൻ വരുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലടേ. അതുകൊണ്ടാ. സാരില്ലടാ, എന്തായാലും അവള് സർവൻ്റ് അല്ലേ, അവൾ പേടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചോദിക്കുന്നത്. എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനോടും അമ്മയോടും ഞാൻ അവളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവളെ ഇവിടെ ഒന്ന് ഓടിക്കാനുള്ള പണി നോക്കും. എടാ അപ്പോൾ അവർ നമ്മുടെ കാര്യം അങ്ങനെ പറഞ്ഞാലോ? അതൊന്നും അവർ വിശ്വസിക്കില്ല. എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മ എന്നെ കുറ്റം പറയില്ല. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്നാലും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇതാകുന്നേ? അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും. അവളിനി ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്ത് അവളുടെ മുഖത്തിട്ട് ഞാൻ അടിക്കും. എന്നിട്ട് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും. വേണ്ടടാ, അതൊരു പാവമാണെന്ന് തോന്നുന്നു. ചായ വേണോ ജ്യൂസ് വേണോ എന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? അവൾ അതിനൊന്നും വന്നതല്ല, ഇവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് എൻ്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾക്കത് സഹിക്കില്ലല്ലോ. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം കയറി ഇറങ്ങി നടക്കുക. വെറുതെ വിടില്ല ഞാൻ അവളെ. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ രോഹിത്തെ. അമിതമായിട്ടുള്ള നിന്റെ ഈ ദേഷ്യം ശരിയല്ല, അത് ആപത്തിൽ ചെന്ന് എത്തിക്കും. ഒരാപത്തുമില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായല്ലോ? എടാ നിന്റെ ഈ ദേഷ്യമാണ് നിനക്ക് നാളെ ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. ഒരു പ്രശ്നമില്ല. എനിക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും എന്നും പറഞ്ഞ് ആ കുട്ടിയെ പേടിപ്പിച്ച് അവിടെ ഇരുത്തുക. രോഹിത്ത് ശരിക്കും ഹരിയുടെ കൂടെ കൂടി ഒരു പക്ക ക്രിമിനലായി മാറിയെന്നുള്ളതാണ് സത്യം. ഈ സമയം രേവതിക്കുട്ടി ആ ഫോട്ടോയൊക്കെ നോക്കി ആ മുറിയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു.
എന്തോ ഒരു ശക്തി തന്നിലേക്ക് അടുത്ത് വരുന്നത് പോലെ രേവതിക്കുട്ടിക്ക് തോന്നി. അതെ, ആ മകൻ്റെ മുറിയിൽ വെളിച്ചവും പ്രതീക്ഷകളും നിറച്ചു. ആ മകനെ കൊണ്ട് ആ വീട്ടിലുള്ളവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ രേവതിക്കുട്ടി ആ മുറി ഭംഗിയുള്ളൊരു അറയാക്കി മാറ്റി. ആ മുറിക്കകത്തേക്ക് ഇപ്പം നോക്കിയാൽ തൻ്റെ മകൻ ആ മുറിയിൽ ജീവനോടെ ഇരിക്കുന്നത് പോലെ ഗ്രേസമ്മയ്ക്ക് തോന്നും. അവിടെയൊക്കെ ചുറ്റും നോക്കി നമ്മുടെ രേവതിക്കുട്ടി സന്തോഷത്തോടെ ചിരിച്ചു. കർത്താവെ, മരിച്ചുപോയ ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഈ മുറിയിൽ വെളിച്ചം പകർത്തുമ്പോൾ ആ മനുഷ്യൻ ഈ മുറിയിൽ ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇനി ഇത് കാണുമ്പോൾ ഇവിടുത്തെ ആൻറ്റിയും അങ്കിളും എന്നെ വഴക്കുറയൊന്നറിയില്ല. എന്നാലും ഞാനിത് ചെയ്തു. ഇതെൻ്റെ കടമയല്ലേ. ഈ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ഒരു മുറി, ഈ വീട്ടിൽ നിന്നും വിട പറഞ്ഞു പോയ മകൻ്റെ ഫോട്ടോ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും ഈ മുറി നല്ല അസലായിട്ട് വൃത്തിയാക്കിയിടുകയും ചെയ്ത സാറും അങ്കിളും ആൻറ്റിയും വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഈ ഫോട്ടോയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ എന്നും പറഞ്ഞ് ഡ്രോയിൽ നിന്നും ആൽബം എടുത്ത് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ രേവതിക്കുട്ടി. ഈ സമയം അലീനയാണ് കാണിക്കുന്നത്. താഴെ പരക്കം മാഞ്ഞ അലീന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അപ്പം മുത്തശ്ശി ചോദിക്കുക, എന്താ കൊച്ചേ, എന്നതാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അതെ ഒരു പെൺകുട്ടി രോഹിത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഓ, മുടി വളർത്തി ഏതെങ്കിലും ആമ്പിള്ളേരായിരിക്കുമെന്നേ. അയ്യോ മുത്തശ്ശി അല്ല, ഞാൻ കണ്ടതാ, കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. അതെന്നാത്തിന് അവൻ കോളേജിൽ പോയില്ലേ? പോയി, കോളേജ് കട്ട് ചെയ്ത് വന്നിരിക്കുക. അതെന്തായാലും ശരിയായ കാര്യമല്ല. നീ ചെന്ന് ചോദിക്കുമോളെ. എൻ്റെ മുത്തശ്ശി, എനിക്കിവിടെ ചോദിക്കാനുള്ള വല്ല അധികാരമുണ്ടോ? ഞാൻ ഇവിടുത്തെ ആരാ? വേലക്കാരിയല്ലേ? എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊന്ന് നോക്കിയെന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ നീ പറയരുത്. ഈ വീട്ടിൽ വൈജയും ബാലചന്ദ്രനും ജോലിക്ക് പോയത് ഈ വീട് നിന്നെ ഏൽപ്പിച്ചിട്ടാ. നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ ഈ വീട് അവർ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് നടന്നാലും അത് വൈജയും ബാലചന്ദ്രനും അറിയണം, പിന്നെ ഞാനും. അതുകൊണ്ട് നീ ചെന്ന് അവനോട് ചോദിക്കേ. അയ്യോ മുത്തശ്ശി, ഞാൻ പോയി ചോദിച്ചതാ. അപ്പോൾ രോഹിത് എന്നോട് ദേഷ്യപ്പെട്ടു, എൻ്റെ മെക്കിട്ട് കയറി. ചായയും ജ്യൂസും ലൈമും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരൊറ്റ അടയായിരുന്നു കഥക്. അങ്ങനെയൊക്കെ അവൻ ചെയ്തോ? ആ ഹരിയുടെ കൂടെ ചേർന്ന് അവനും ഇതുപോലെയൊക്കെ പഠിക്കുക മോളെ. എന്ത് ചെയ്യാനാ? ആ ഹരിയെപ്പോലെ ഒരുത്തൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ തകർക്കും. അതേ മുത്തശ്ശി, അതുകൊണ്ട് മുത്തശ്ശി ഒന്ന് രോഹിത്തിനെ ഉപദേശിക്ക്. പിന്നെ എൻ്റെ ഉപദേശം അവൻ കേൾക്കാൻ ഒരിക്കലും ഇല്ല മോളെ. മോളൊരു കാര്യം ചെയ്യും, വൈജയെയോ ബാലചന്ദ്രനെയോ വിളിച്ച് കാര്യം പറ. അതിന് എൻ്റെ കയ്യിൽ നമ്പർ ഇല്ലല്ലോ മുത്തശ്ശി. മോളെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലെ ബാങ്കിൻ്റെയും ജ്വല്ലറിയുടെയും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മോള് ചെന്ന് വിളിക്കുകയും. അത് വേണ്ട മുത്തശ്ശി, അതെനിക്ക് ഭാരയാകും. അവസാനം ഞാൻ കുറ്റക്കാരിയായി മാറുകയും ചെയ്യും. ഇവിടെ മാഡത്തിൻ്റെ മോനെയല്ലേ സപ്പോർട്ട് ചെയ്യൂ. അത് കേട്ടതും ശരി, ആയിക്കോട്ടെ, വൈജ അവനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ നീ വൈജയോട് കാര്യം പറയണ്ട, ബാലചന്ദ്രനെ വിളിക്ക്, എന്നിട്ട് കാര്യങ്ങൾ പറ. ഇവിടെ ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും അറിയണം. മക്കൾ തെറ്റ് ചെയ്താൽ അച്ഛനും അമ്മയാണ് അവരെ ശിക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അതിനുള്ള അർഹതയുള്ളവരെ തന്നെ മോള് വിളിച്ചു വരുത്ത്. ബാലചന്ദ്രനോട് കാര്യം പറ. അത് കേട്ടതും എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. അവസാനം അത് വേറെ എന്തെങ്കിലും പ്രശ്നം ചെന്ന് അവസാനിപ്പിച്ചാലോ? ഇപ്പം തന്നെ വേറൊരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭാരയാവും മുത്തശ്ശി. പിന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയേണ്ടി വരും. ഒരിക്കലുമില്ല. നമുക്ക് മനുവിനോടും കാര്യം പറയാം. മോൾ ആദ്യം ചെന്ന് കലണ്ടറിൽ നിന്ന് നമ്പർ എടുക്ക്, ബാലചന്ദ്രനെ വിളിക്കേ എന്നും പറഞ്ഞ് മുത്തശ്ശി വാശി പിടിക്കുക. ഇത് കേട്ടതും അലീന വെളിയിൽ ഹോളിലേക്ക് ചെന്നു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കുക. ഒരു രക്ഷയുമില്ല. രോഹിത് പുറത്തേക്ക് വരുന്ന കാര്യം കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അലീന പേടിച്ച് നിൽക്കുക. ഈശ്വര കർത്താവേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാറിനെ വിളിക്കണോ? സാറ് വന്നു കഴിഞ്ഞ് അത് വേറെ എന്തെങ്കിലും പ്രശ്നമായാലോ? എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. ദൈവമേ, ഞാൻ എന്തെങ്കിലും ചെയ്ത് അത് നാളെ വേറെ എന്തെങ്കിലും പ്രശ്നമായാൽ അത് പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിലനിൽപ്പില്ലാണ്ടാക്കും. സാരമില്ല, എന്നാലും എൻ്റെ സ്വന്തം അനിയൻ തെറ്റിലേക്ക് പോകുമ്പോൾ അവനെ തിരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ, എൻ്റെ കടമയല്ലേ. അത് ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് അലീന ഫോൺ എടുത്തു. എന്നിട്ട് കലണ്ടറിൽ നോക്കി ജ്വല്ലറിയിലെ നമ്പറിലേക്ക് കുത്തി വിളിക്കുക. എന്നിട്ട് അലീന മുകളിലേക്ക് നോക്കുന്നുണ്ട്, ഫോണിലും വിളിക്കുന്നുണ്ട്. ഈ സമയം റിങ് പോയതും ഫോൺ എടുത്തു. ഹലോ, ഹലോ, ആരാണ്? ബാലചന്ദ്രൻ സാറാണോ? അല്ലല്ലോ, സാറിനൊന്ന് കൊടുക്കാമോ? ഞാൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഇപ്പം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ ഹോൾഡ് ചെയ്തിട്ട് അങ്ങ് പോവുക. ഇത് കണ്ടതും അലീനയ്ക്ക് പേടിയായി. രോഹിത് വെളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സാർ ഇവിടെ എത്തിയ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
ഈശ്വര എത്രയും പെട്ടെന്ന് സാറൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശിയും പ്രാർത്ഥിക്കുകയാണ് രോഹിത് തെറ്റിലേക്കൊന്നും പോകാതിരിക്കാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ട് വരുമോ? പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രോഹിത്തിൻ്റെ തോന്നിയവാസം ബാലചന്ദ്രൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കുമോ? അലീനയ്ക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.